പ്രൈസ് ലോർഡ്. നിങ്ങളെല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഡിസംബർ മാസം 30-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. വാഗ്ദത്തങ്ങൾക്ക് ജീവൻ വയ്ക്കുന്നു. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ കൂടെ ഈ പ്രഭാതത്തിൽ വാഗ്ദത്തത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം, എൻ്റെ മേളിലുള്ള വാഗ്ദത്തങ്ങൾ ജീവിക്കുവാൻ പോവുകയാണ്. കാരണം എൻ്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ഞാൻ നിങ്ങളും കേട്ട വചനത്തിനകത്ത് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ഈ ദിവസങ്ങളിൽ ഭാരപ്പെടാതെ പ്രാർത്ഥനയോടെ, കർത്താവെ, നീ എന്നോട് പറഞ്ഞ പ്രോമിസുകൾ അതെൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും. ഈ മണിക്കൂറുകളിൽ, ഈ ദിവസങ്ങളിൽ ആ വാഗ്ദത്തത്തിൻ്റെ ചില വിവർത്തീകരണം കാണാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ ആരംഭത്തിൽ തന്നെ ചിലവരെ നോക്കി വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ഇന്നലകളിൽ കേട്ടത് വീണ്ടും ഒരാളെ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയിക്കാത്ത രീതിയിൽ കർത്താവ് അതിനെ നിവർത്തീകരണത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവകാശത്തിലേക്ക് കയറുകയാണ്. നിങ്ങളുടെ മുന്നിൽ നന്മ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. കർത്താവ് അതിൻ്റെ വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. ഞാൻ ഒന്നുകൂടെ ആഴമായി പറയട്ടെ, വാഗ്ദത്തം പ്രാപിപ്പാൻ നിങ്ങൾ വ്യക്തമായി 3 കാര്യങ്ങൾ ഓർത്തിരിക്കണം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. എബ്രായ ലേഖനം 6:11 നിങ്ങൾ അവസാനത്തോളം ഉത്സാഹം കാണിക്കണമെന്നും 12-ാമത്തെ വാക്യത്തിൽ അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ വാഗ്ദത്തം പ്രാപിപ്പാൻ നാം തിരിച്ചറിയണമെന്ന് ഓർപ്പിക്കുന്നു. 1, ഉത്സാഹത്തിൽ മടുപ്പില്ലാതിരിക്കണം. 2, വിശ്വാസം വെളിപ്പെടുത്തണം. 3, ദീർഘക്ഷമയോടെ അതിനെ പ്രാപിക്കണം. എന്നെ കേൾക്കുന്നവരെ, 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം കൂടെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവെന്നത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ഈ കേട്ട വചനത്തിൽ കൂടെ നമുക്കൊന്ന് ഉറയ്ക്കാൻ പറ്റുമെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ അത് ഊവെന്നത്രേ. യേശുവിൽ നമുക്ക് സകലതും ലഭിക്കുമെന്ന് ആ ഉറപ്പ് നമ്മുടെ വെളിയിൽ വെളിപ്പെട്ട് വരട്ടെ. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാത സന്ദേശത്തിൽ സാൽവേഷൻ ആർമിയുടെ ചരിത്രത്തെ തിരിച്ച ഷമുൽ ബ്രിങ്കിളിനെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാൽവേഷൻ ആർമിയുടെ സ്ഥാപകൻ വില്യം ബൂത്താണ്. വില്യം ബൂത്തിൻ്റെ സമയത്താണ് ഷമുൽ ബ്രിങ്കിളിൻ്റെ വളർച്ചയും, വില്യം ബൂത്തിൻ്റെ സമയത്താണ് അത്ഭുതകരമായി തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഉയർച്ചയും കാണുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർത്തുകൊണ്ട്, ഷമുൽ ബ്രിങ്കിളിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് തൻ്റെ മുമ്പിൽ ദൈവവേല ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ്. പക്ഷേ തൻ്റെ മുമ്പിൽ സാഹചര്യങ്ങളെല്ലാം എതിരാണ്. കാരണം താൻ ഒരു ചെരുപ്പൂത്തിയുടെ മകനാണ്. ചെരുപ്പൂത്തിയുടെ മകൻ എന്ന ലേബലുള്ളത് കൊണ്ട് തനിക്ക് ബൈബിൾ കോളേജിലോ ദൈവവേല ചെയ്യാനുള്ള ഒരു സാഹചര്യം തുറന്നു കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാൽ തൻ്റെ ഹൃദയത്തിന് അതിയായ ആഗ്രഹം തന്നെ മടുപ്പില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോയി. താൻ അനേക പ്രാവശ്യം
സാൽവേഷൻ ആർമിയുടെ ഓഫീസിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടി എനിക്ക് ദൈവവേല ചെയ്യുവാൻ ഒരവസരം തരണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപകനായ വില്യം ബൂത്ത് തന്നെ കണ്ട് മടുത്തിട്ട് അവസാനം ഒരു തീരുമാനമെടുത്തു. ഇവനൊരു പണി കൊടുത്താൽ ഇവനിത് വിട്ടിട്ട് പോകും, ദൈവവേല അത്ര സിമ്പിളല്ല എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം തൻ്റെ പശ്ചാത്തലത്തിൽ ചെരുപ്പൂത്തിയുടെ മകന് ദൈവവേല ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളൊരു ചിന്ത വില്യം ബൂത്തിൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ ഒരു ദിവസം വാതിൽക്കൽ വന്ന് മുട്ടിയത് കൊണ്ട് തൻ്റെ അപേക്ഷ പ്രകാരം വില്യം ബൂത്ത് പറഞ്ഞു, ഇന്നു മുതൽ നിൻ്റെ ദൈവവേല തുടങ്ങിയാണ്. തന്നെ വിളിച്ചുകൊണ്ട് പഴയ ഷൂ എല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന വളരെ സ്മെല്ലുള്ള ആ റൂമിലേക്ക്, ആ ഷൂ റാക്കറ്റുള്ള റൂമിലേക്ക് തന്നെ വിളിച്ച് കയറ്റിയിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നിൻ്റെ ദൈവവേല ആരംഭിക്കുകയാണ്. നീ ഇവിടെ ദൈവവേല തുടങ്ങുക. നീ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ഈ കൊണ്ടുവരുന്ന ഷൂവും വരുന്നവരുടെ ഷൂ എല്ലാം ക്ലീൻ ചെയ്ത് ഈ റൂം വൃത്തിയാക്കി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് നിൻ്റെ ദൈവവേല സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ വാസ്തവത്തിൽ വില്യം ബൂത്ത് തന്നെ മറക്കുന്നത് പോലായിരുന്നു. നീണ്ട 16 വർഷം താൻ ദീർഘക്ഷമയോടെ വിശ്വാസത്തോടെ താൻ അവിടെ നിന്ന് ഷൂ എല്ലാം വൃത്തിയാക്കി വരുന്നവരുടെ എല്ലാം ഷൂ വൃത്തിയാക്കി താൻ വളരെ വ്യക്തതയോടെ കിട്ടുന്ന സമയമെല്ലാം മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, 16 വർഷങ്ങൾ കഴിയുമ്പോൾ സാൽവേഷൻ ആർമിക്ക് എല്ലാ വർഷവും ആനുവൽ മീറ്റിംഗ് ഉണ്ട്. 7 ദിവസം നീളുന്ന ആനുവൽ മീറ്റിങ്ങിൽ 16 വർഷം കഴിയുമ്പോഴും നടക്കുകയാണ്. ആ 16ാമത്തെ വർഷം വളരെ വലിയ പരസ്യത്തോടെ ആ മീറ്റിംഗ് നടക്കുകയാണ്. 7 ദിവസവും വലിയ ദൈവാസന്മാരാണ് ശുശ്രൂഷിക്കുന്നത്. ആദ്യത്തെ 5 ദിവസം തീരുമ്പോൾ വില്യം ബൂത്തിനൊരു ടെലിഗ്രാം കിട്ടുകയാണ്. 7ാമത്തെ ദിവസം പ്രസംഗിക്കുന്ന ദൈവാസൻ തന്നെ ടെലിഗ്രാമിലൂടെ അറിയിച്ചിരിക്കുകയാണ്, എനിക്ക് 7ാമത്തെ ദിവസം കടന്നു വരാൻ കഴിയത്തില്ല, എനിക്ക് ശാരീരികമായി വളരെ പ്രയാസവും ബുദ്ധിമുട്ടിലുമാണ് ഞാൻ പോകുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ മറ്റൊരാളെ ഇതിനു വേണ്ടി ക്ഷണിക്കണം. ഒറ്റ ദിവസം മാത്രം മുമ്പിൽ നിൽക്കുമ്പോൾ വില്യം ബൂത്ത് പ്രാർത്ഥനാ ഹാളിലേക്ക് വന്ന് നെടുമ്പാട് കിടന്ന് നിലവിളിക്കുകയാണ്, ദൈവമേ, ഈ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ആരെ അറേഞ്ച് ചെയ്യും? അല്ലെങ്കിൽ 7ാമത്തെ ദിവസം സമാപിക്കുന്ന ദിവസം ഏറ്റവും വലിയ നിലയിലാണല്ലോ അത് നടത്തേണ്ടത്. നിങ്ങൾക്കറിയാമോ, ആ സ്റ്റേഡിയത്തിൽ 50,000 പേർക്ക് മുകളിലാണ് കൂടി വരുന്നത്. 50,000 പേർക്ക് മുകളിൽ കൂടി വരുന്ന ഈ ജനത്തെ ഏറ്റവും അധികമായി ശുശ്രൂഷിക്കുകയും അവസാന ദിവസം വലിയ സന്തോഷത്തോടാണ് അത് തീരേണ്ടത്. വില്യം ബൂത്ത് ദൈവസന്നിധിയിൽ നെടുമ്പാട് കിടന്ന് ആഴമായി പ്രാർത്ഥിച്ചു, ദൈവമേ, ഒരു വഴി കാണിക്കണമെന്ന് പറഞ്ഞ് തൻ്റെ ചെവിയിൽ ദൈവം വ്യക്തമായി സംസാരിച്ചു. 7ാമത്തെ ദിവസം ആ സ്റ്റേജിൽ പ്രസംഗിക്കേണ്ടത് നിൻ്റെ ഷൂ റാക്കറ്റിൽ ഷൂ ക്ലീൻ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ശമൂവേലാണ്. ഹല്ലേലൂയ. ആദ്യം അത് കേട്ടപ്പോൾ വില്യം ബൂത്ത് അത് ദൈവത്തിലുമല്ല എന്ന് കരുതി ആ ചിന്തയെ, ആ ശബ്ദത്തെ മാറ്റിക്കളഞ്ഞു. എന്നാൽ വീണ്ടും താൻ ദൈവസന്നിധിയിൽ വീണ്ടും മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തമായി ദൈവം തന്നോട് സംസാരിച്ചു. 7ാമത്തെ ദിവസം ആ സ്റ്റേജിൽ പ്രസംഗിക്കേണ്ടത് എൻ്റെ ശമൂവേൽ ബ്രിങ്കിളാണ്. അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കറിയാമോ, വില്യം ബൂത്ത് ദൈവശബ്ദത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ആ ഷൂ റാക്കറ്റ് റൂമിലേക്ക് നടന്നു നീങ്ങുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ശമൂവേൽ ബ്രിങ്കിള് പകുതി ഡോർ തുറന്നിട്ടിരിക്കുകയാണ്. ആ ഡോറിൻ്റെ മുമ്പിൽ മുട്ടുമ്പോൾ ആ സമയത്തും ബാക്കി എല്ലാ കാര്യങ്ങളും തീർത്ത് മുട്ടുമേൽ നിന്ന് കരമുയർത്തിപ്പിടിച്ച് ശമൂവേൽ ബ്രിങ്കിൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ പ്രഭാതത്തിലും എന്നെ കേൾക്കുന്നവർ വാഗ്ദത്തങ്ങൾ കേട്ടിട്ട് നാളുകൾ കഴിഞ്ഞിട്ടുണ്ടോ? മടുക്കരുത്. നിങ്ങൾ ദീർഘക്ഷമയോടെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ ആസ്തി സൈന്യമാകുന്നത് കാണാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കാണാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമായിരിക്കും, ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമായിരിക്കും. എൻ്റെ കൂടെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ മിനിറ്റിൽ പ്രാർത്ഥിക്കണം. ഞാൻ വിശ്വസിക്കുന്നു, ദൈവം ചലിക്കാൻ പോവുകയാണ്. വില്യം ബൂത്ത് ശമൂവേൽ ബ്രിങ്കിളിനോട് പറയുകയാണ്, നമ്മുടെ ആനുവൽ മീറ്റിങ്ങിൻ്റെ അവസാനത്തെ ദിവസം വരാനിരുന്ന ദൈവാസൻ ഇപ്പോൾ ടെലിഗ്രാം അയച്ചിരിക്കുകയാണ്, അദ്ദേഹത്തിന് വരാൻ കഴിയത്തില്ല. പക്ഷേ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നോട് പറഞ്ഞു, ശമൂവേലേ, നീയാണ് പ്രസംഗിക്കേണ്ടത്. ഹല്ലേലൂയ. വില്യം ബൂത്തിൻ്റെ അകത്ത് ഇപ്പോഴും ഒരു ചിന്തയുണ്ട്. 2 പേരോട് സുവിശേഷം പറയാത്ത, 5 പേരുടെ മുമ്പിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാത്ത ഇവൻ പേടിച്ച് പിന്മാറുമെന്നുള്ളത്, അല്ലെങ്കിൽ ഭയപ്പെട്ട് എനിക്കത് കഴിയത്തില്ല എന്ന് പറയുമെന്നുള്ളത്. എന്നാൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചവൻ ഹല്ലേലൂയ എഴുന്നേറ്റ് ആദ്യം ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ പ്രാർത്ഥന കേട്ടതിന് നന്ദി. അടുത്ത പദം വില്യം ബൂത്തിനോട് പറയുകയാണ്, സാറേ, ഒത്തിരി നന്ദി. എന്നെ കേൾക്കുന്നവരെ, ഒറ്റ ദിവസം മാത്രം ശേഷിക്കുന്നുണ്ട്. നല്ലൊരു പുതിയ ഡ്രസ്സോ നല്ലൊരു ഷൂവോ ഇല്ല. അവിടെ നിന്ന് പഴയത് മാത്രം എടുത്തുകൊണ്ട് ഇന്നലകളിൽ ആരോ ഉപയോഗിച്ച തനിക്ക് ചേരുന്ന വിധത്തിലുള്ള ഒരു കോട്ടെടുത്ത്, ഒരു വലിയ ലോഹ പോലുള്ള കോട്ടെടുത്ത് മുറുക്കി കെട്ടി ആ ഷൂവും ഇട്ട് 7ാമത്തെ ദിവസം വില്യം ബൂത്തിൻ്റെ പിറകെ സ്റ്റേഡിയത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. വില്യം ബൂത്ത് തന്നെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. വില്യം ബൂത്ത് 7ാമത്തെ ദിവസം അനൗൺസ് ചെയ്യാണ്, 7ാമത്തെ ദിവസം നമ്മുടെ നടുവിൽ വരേണ്ട ദൈവാസന ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, ഇന്ന് നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കാൻ പോകുന്നത് ശമൂവേൽ ബ്രിങ്കിളാണ്. ജനം മുഴുവൻ വലിയ ആരവത്തോടെ കൈയടിച്ചു. എന്നെ കേൾക്കുന്നവരെ, സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ്. ശമൂവേൽ ബ്രിങ്കിളിനെ
വില്യം ബൂത്ത് മൈക്ക് കൈമാറാൻ ക്ഷണിക്കുകയാണ്. ആ സമയത്ത് വില്യം ബൂത്തിന്റെ ഹൃദയത്തിൽ വലിയ ഭാരമുണ്ട്. ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? എന്നാൽ മൈക്ക് നിറകണ്ണുകളോട് മേടിച്ച ശമൂവേൽ എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ട് നമുക്കൊരുമിച്ച് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, സാൽവേഷൻ ആർമിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഉണർവിൻ്റെ കാറ്റടിക്കാൻ പോവുകയാണ്. ദൈവപ്രവൃത്തിയുടെ ശക്തി വെളിപ്പെടാൻ പോകുന്നു. ആ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ശമൂവേൽ ബ്രിങ്കിൾ ചില മിനിറ്റുകൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മെതുവെ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ സ്റ്റേഡിയം കാലിയായി കിടക്കുന്നത് പോലെ തോന്നി. തൻ്റെ ഹൃദയത്തിനകത്തൊരു വലിയ ഭയം തോന്നി. എൻ്റെ പ്രസംഗം ഇഷ്ടപ്പെടാതെ ജനമെല്ലാം ഇവിടുന്ന് പിൻവാങ്ങിപ്പോയോ എന്ന് ചിന്തിച്ച്. എന്നാൽ താൻ വലിപ്പത്തിൽ കണ്ണു തുറന്നു നോക്കുമ്പോൾ ആ എഴുന്നേറ്റ് നിന്ന് ജനം മുഴുവൻ നെടുമ്പാട് നിലത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. ഇതാ ഉണർവ് നടക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, രഹസ്യത്തിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവൻ പരസ്യത്തിൽ ഒത്തിരി സമയം പ്രസംഗിക്കേണ്ടി വരത്തില്ല. ആ പ്രാർത്ഥനയിൽ തന്നെ ആ സ്റ്റേഡിയത്തിനകത്ത് വലിയ ഉണർവ് സംഭവിച്ചു. ഇതാ താൻ സ്റ്റേജിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വില്യം ബൂത്ത് നെടുമ്പാട് കിടന്ന് ദൈവ സാന്നിധ്യത്തിൽ നിലവിളിക്കുകയാണ്. അനേക രോഗികൾ സൗഖ്യമാകുന്നത് കണ്ട്, അനേക ജീവിതത്തിൽ വിടുതലുകൾ നടക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവം എന്നോട് പറയുന്നു, ഇത് വാഗ്ദത്തങ്ങൾ ജീവൻ വയ്ക്കുന്ന കാലമാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ എഴുന്നേൽപ്പ് സംഭവിക്കാൻ പോകുന്നു. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, വില്യം ബൂത്തിന്റെ ശേഷം സാൽവേഷൻ ആർമി ഏറ്റവും വലിയ ഉണർവ് കണ്ട മനുഷ്യനാണ് ശമൂവേൽ ബ്രിങ്കിൾ. ശമൂവേൽ ബ്രിങ്കിളിലൂടെയാണ് സാൽവേഷൻ ആർമിയുടെ പേര് വലുതാകുന്നത്. തന്നെ ദൈവം അതേപോലെ ഉപയോഗിച്ചു. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ശമൂവേൽ ബ്രിങ്കിളിനെ ഉപയോഗിച്ച അതേ ദൈവം ഇന്നും ജീവിക്കുകയാണ്. ആ ദൈവം നിങ്ങളെ അന്വേഷിക്കുന്നു. ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ചേർന്ന് കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കുമെങ്കിൽ ഇതാ വാഗ്ദത്തങ്ങൾ ജീവൻ വെക്കുന്നത് ഞാൻ കാണുന്നു. എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുകയാണ് അസ്ഥി സൈന്യമായി എഴുന്നേൽക്കുന്നത്. നിങ്ങളെ ദൈവശക്തി തൊടാൻ പോകുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനം ഒരു മാളിക റൂമാകാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ആഴത്തിൽ നിങ്ങളുടെ മേളിലേക്ക് ഇറങ്ങി വരാൻ പോകുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവശക്തി ഇതാണ് നിങ്ങളുടെ മേളിലേക്ക് വെളിപ്പെട്ട് വരാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എന്നോട് പറഞ്ഞു, വാഗ്ദത്തങ്ങൾ ജീവൻ വയ്ക്കും. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നപ്പാ. ഇന്ന് എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലിലേക്കും ചിന്തിക്കാൻ പറ്റാത്ത ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. കർത്താവ് അത് ചെയ്തു തുടങ്ങുന്നതിനായി നന്ദി. ഈ ദിവസം ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തതായി തീരട്ടെ. ഈ മാസം ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത വിടുതലുകൾ സംഭവിക്കട്ടെ. ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് തെളിയിക്കട്ടെ. ഞങ്ങളുടെ കണ്ണുനീര് തുടച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ കൂടുതൽ വിവരങ്ങൾക്കായി പ്രാർത്ഥിക്കാനായി നിങ്ങൾ വിളിക്കണം. എല്ലാ ദിവസവും വൈകുന്നേരം ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. അനേക ആയിരങ്ങൾക്ക് അത് വിടുതലായിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങൾ കടന്നു വരണം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.